പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കാനാണ്. നമ്മളിന്ന് ഹിബിസ്കസ് പേപ്പറാണ്, അതായത് ചെമ്പരത്തിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ ലാക്കടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ചെമ്പരത്തിയാണ്. അപ്പം ഒരു 2 ഉണങ്ങിയ ചെമ്പരത്തി ഇട്ടുള്ളത്, രണ്ട് സാധാ ഉണങ്ങിയ ചെമ്പരത്തി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സാധാ ചെമ്പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളമാണ് ഗൈസ്. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കത്തി. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചെമ്പരത്തി പൂ നമുക്ക് അരിയണം, നല്ല കുനുകുനാന്ന് അരിയണം. അങ്ങനെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാനിത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത ഗ്ലാസ്സിൽ ഇതിട്ടെടുക്കാം. ഇനി ഗൈസ് നമുക്കിത് ഒരു മിനിറ്റത്തേക്ക് നല്ലോണം തിളയ്ക്കാൻ വെച്ചേക്കണം. ഞാൻ ഇനി കൊണ്ട് തിളപ്പിച്ച് അപ്ലോഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇത് നല്ലോണം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മണ്ടലിൽ എൻ്റെ ഈ തിളച്ച് ആ ചെമ്പരത്തിയുടെ കഷ്ണങ്ങൾ കിടപ്പുണ്ട് ഉണ്ടോ. ഇനി നമുക്ക് അതിനെ വേർതിരിച്ചെടുക്കാം. ഗൈസ്, ഞാൻ ആദ്യം ഞാൻ ലിസ്റ്റിൽ പേപ്പർ കാണിക്കാൻ പറഞ്ഞു. ഗൈസ്, പേപ്പർ നമുക്ക് വേണം. നമുക്ക് ഈ പേപ്പർ ഇതേപോലെ ഞാനിപ്പോൾ കുറച്ചുണ്ടാക്കുന്നുള്ളൂ. ഗൈസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര ആണെങ്കിലും ഉണ്ടാക്കാം. ഇപ്പോൾ കുറച്ചുണ്ടാക്കുന്നുള്ളൂ. എനിക്ക് ഇത്ര മതി ഗൈസ്. ഞാനിപ്പം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം ഗൈസ്. ഞാനിപ്പോൾ ഇത്ര എടുക്കുന്നുള്ളൂ. ഞാൻ ഇതിൻ്റെ ചെറിയ ചെറിയ സ്ട്രിപ്സായിട്ട് കട്ട് ചെയ്യാം ഗൈസ്. ഞാനിപ്പോൾ ആദ്യം കുറച്ചെടുക്കുന്നുള്ളൂ ഗൈസ്. ഞാനിപ്പോൾ ഇത്ര എടുത്തോളൂ ഗൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പേപ്പർ വേണമെങ്കിൽ ഒക്കെ എടുക്കാം. ഇത് ഇങ്ങനെ ഈ മെത്തേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറേ കിട്ടും. നമുക്കിതിനെ വളരെ കുഞ്ഞു കുഞ്ഞ് സ്ട്രിപ്സ് ആക്കാം. ഗൈസ്, നമുക്ക് 3 സ്ട്രിപ്സാണ് ഇട്ടിരിക്കുന്നത്. ഈ ഗൈസ് നമുക്ക് എടുത്ത് വെച്ചിരുന്ന ഈ പാത്രത്തിലോട്ട് നമുക്ക് ചെമ്പരത്തി വെച്ച് തിളപ്പിച്ച വെള്ളം ഒഴിക്കാം. ഇത്ര ഗൈസ്, ഇനി ഇതിനകത്ത് കുറേ ഉണ്ട്. എനിക്ക് ഇത്ര ആവശ്യമില്ല, ഞാൻ കുറച്ച് തിരിച്ച് ഒഴിക്കാം. ഗൈസ്, എനിക്ക് ഇത്ര മതി. അപ്പോൾ ഇത്ര ഇട്ടുതന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേപ്പർ മൊത്തം ചെയ്യാം. ഇപ്പോൾ ഒരു പേപ്പർ എടുത്തിട്ട് നല്ലോണം മുക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മാറ്റം തോന്നുന്നില്ല. സാധാ പേപ്പർ വെള്ളത്തിൽ മുക്കി. പക്ഷേ ഇത് നാളെ ആകുമ്പം നീല കളർ വരും ഗൈസ്. കണ്ടോ ഗൈസ്, കണ്ടോ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഉണക്കാൻ വേണ്ടി വെച്ചേക്കാം. ഇനി നാളെ രാവിലെ ആകുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇന്ന് 2ാമത്തെ ദിവസമാണ് നമ്മളിന്ന് ഉണക്കാൻ വെച്ചിരുന്ന ലിറ്റ്മസ് പേപ്പർ വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കാണാൻ ചെറിയൊരു നീല കളർ വന്നിട്ടുണ്ട്. അങ്ങനെ മറ്റേ വൈറ്റ് പേപ്പറും ഇതൊരു നീലക്കണ്ട കാണാനൊരു നീല കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇപ്പോൾ ആസിഡ് ഉള്ളവർക്കാണ്. ഇത് ബ്ലൂ ലിറ്റ്മസ് പേപ്പറാണ്. അതിന് ഞാൻ ഇപ്പോൾ ആസിഡിന് വേണ്ടി ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങ മുറിക്കാം. മുറിച്ചതിന് ശേഷം നമുക്കിത് പിഴിയണം. അപ്പോൾ ഗൈസ്, ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ലിറ്റ്മസ് പേപ്പർ എടുക്കാം. ഇനി നമുക്കിത് മുക്കി വെക്കാം. ഗൈസ്, ഇവിടെ ചെറിയൊരു കളർ മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ റെഡ് കളർ ആയിട്ടുണ്ട്. ക്യാമറയിൽ എത്തിക്കണം, കണ്ടോ ഗൈസ്, കളറ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു മറ്റു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും